കറന്റ് ഇപ്പം എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം. ഹൗ വി ക്യാൻ മേക്ക് ക്യാഷ്, അതാണ് ഇപ്പം എല്ലാവർക്കും ഉള്ള സംശയം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 30 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ 10,000 റുപ്പീസ് എവറി സിംഗിൾ മന്ത് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അവസാനത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്യാം, ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിസിനസ് മോഡൽ, ബിസിനസ് ഐഡിയ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇൻസ്റ്റഗ്രാം തീം പേജ് എന്ന് പറയും. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അതായത് കേരളത്തിലുള്ള ഒരു 90% ആൾക്കാർക്കും ഇൻസ്റ്റഗ്രാം തീം പേജ് എങ്ങനെ റൺ ചെയ്യണം, അതിലെ കൂടെ എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾക്കും ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ റീൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുകയാണ്. സോ വെൽക്കം ബാക്ക് ടു ലൂപ്പ് ലോജിക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വാട്ട് ഈസ് ഇൻസ്റ്റഗ്രാം തീം പേജ്? അപ്പൊ ഇൻസ്റ്റഗ്രാം തീം പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സിംപ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള വീഡിയോസ് കാണും. മോട്ടിവേഷണൽ വീഡിയോസ് കാണും, ഡോക്യുമെന്ററി വീഡിയോസ് കാണും, ഹെൽത്തിനെ കുറിച്ചുള്ള ഫിറ്റ്നസിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ ഒരു ഇൻസ്റ്റഗ്രാം തീം പേജസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു പേജ് കാണിച്ചു തരാം. ഈ പേജ് നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് മോട്ടിവേഷണൽ കോട്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു പേജാണ് ഈ ഒരു പേജ്. അപ്പൊ ഈ ഒരു പേജിൽ അവർ പോസ്റ്റ് ചെയ്യുന്നത് സിംപ്ലി ഒരു മോട്ടിവേഷണൽ കോട്സ് വെച്ചിട്ട് റീൽ ക്രിയേറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അത് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അവർ നല്ല രീതിക്ക് ഫോളോവേഴ്സും ഗെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോളോവേഴ്സിന് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുക. സോ അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം തീം പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രീ ആയിട്ടുള്ള AI ടൂളും വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം തീം പേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ചാറ്റ് ജിപിറ്റിയിലോട്ട് പോവുക. ചാറ്റ് ജിപിറ്റിയിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന പ്രോംപ്റ്റ്, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രോംപ്റ്റ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചാറ്റ് ജിപിറ്റി നമുക്ക് കുറച്ച് സെർട്ടൻ ഓഫ് നീഷസ് തരും. നീഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക്സ്, കുറച്ച് ടോപ്പിക്സ് നമുക്ക് ചാറ്റ് ജിപിറ്റി ജനറേറ്റ് ചെയ്ത് തരും. ഫിറ്റ്നസ്, ഡോക്യുമെന്ററി, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് അവിടെ കാണിച്ചു തരും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് റിലേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് അവിടെ ചൂസ് ചെയ്യാം. സോ ഗൈസ്, ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം. ഒരു സെലക്ട് ചെയ്ത ടോപ്പിക്കും ചാറ്റ് ജിപിറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് മോട്ടിവേഷണൽ കോഡ്സ് ജനറേറ്റ് ചെയ്യും. അപ്പൊ അതിനായിട്ട് ചാറ്റ് ജിപിറ്റി ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് അതേപോലെ ടൈപ്പ് ചെയ്ത് വെക്കുക. എല്ലാ പ്രോംപ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ചാറ്റ് ജിപിറ്റി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് തന്നിട്ട് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ കോഡ്സ് നിങ്ങൾ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത മോട്ടിവേഷണൽ കോഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വോയിസ് ഓവർ. ഈ വോയിസ് ഓവർ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ക്രിയേഷനിൽ. അപ്പൊ ഈ വോയിസ് ഓവർ ഒക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ 11 ലാബ്സ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലോട്ട് പോവുക. നേരെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഈ നോട്ട് ചെയ്ത് വെച്ച ഈ ഒരു കോഡ്സ് നേരെ അവിടെ പോയി പേസ്റ്റ് ചെയ്യുക. അവിടെ 100-ലധികം വോയിസസ് നമുക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏതിൽ ഇഷ്ടപ്പെട്ട ഒരു വോയിസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്യുന്നത് കിങ്സ്ലേ എന്നുള്ള ഒരു വോയിസ് ആണ്. അത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു വോയിസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു വോയിസ് സെലക്ട് ചെയ്ത് ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഒരു സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അതൊരു വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ. ജസ്റ്റ് ആ ഒരു വോയിസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പിക്സൽസ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ പിക്സൽസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് 2-3 സ്റ്റോക്ക് വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഈ പിക്സൽസ് എന്നുള്ള വെബ്സൈറ്റിൽ പോകാം. ഇതിൽ നിങ്ങൾ മോട്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്തിട്ട് നേരെ ഫിൽറ്റേഴ്സിൽ ആൾ ഓറിയന്റേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് വെർട്ടിക്കൽ എന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ടുള്ള 2-3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അവിടെ മുകളിൽ തന്നെ ഫോട്ടോസ് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ വീഡിയോസിലോട്ട് മാറ്റിയിട്ടിട്ട് വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ഓവറും നേരെ ക്യാപ്കട്ടിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് കട്ടൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യണം. അതായത് നിങ്ങൾ ക്യാപ്കട്ടിൽ ഫിൽറ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോയിട്ട് സാച്ചുറേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഫുൾ കുറച്ച് വെക്കുക. അപ്പൊ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കിട്ടും. ക്യാപ്ഷൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് ഫുൾ അവിടെ കംപ്ലീറ്റ് ആയി. സോ അതിനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ക്യാപ്കട്ടിൽ. അതിൽ പോയിട്ട് ഓട്ടോ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതുകൂടി സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ് അവിടെ ചോദിക്കുന്നുണ്ടാവും ക്യാപ്ഷൻസിൽ. ഞാൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സും ഒരു ഫോൺസും അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസും ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ റെഡി ആയി. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നീഷിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു യൂസർ നെയിമിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിമിൽ പേജ് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു യൂസർ നെയിമും നല്ലൊരു ബയോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ആ ഇൻസ്റ്റഗ്രാം തീം പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇൻസ്റ്റഗ്രാം തീം പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നേരെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ എഡിറ്റർ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മുകളിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ. സോ ഈ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ
ഓഡിയൻസിനെ ഒന്ന് എൻഗേജ്ഡ് ആക്കണം. അതിനായിട്ട് നല്ല ഇമോഷണൽ ടച്ച് ഉള്ള മ്യൂസിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല ഒരു സാഡ് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മൈൻഡ്ഫുൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾ കൊടുക്കണം. ഇത് രണ്ടിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മുടെ ബോണസ് ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കുക. കാരണം നമുക്ക് വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 5 seconds വ്യൂവേഴ്സ് നമ്മളെ വീഡിയോ കാണുള്ളൂ. ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. The road to success and the road to failure are almost exactly the same. The road to success and the road to failure are almost exactly the same. The difference is that on the road to success, you'll fall. അപ്പോൾ ഒരു ഇമോഷണൽ ടച്ച് വരുന്ന ഒരു മ്യൂസിക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു നഷീദ ടൈപ്പ് മ്യൂസിക് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒരു 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് പ്രോപ്പർ ഇപ്പോൾ ഒരു 5 മണിക്ക് 5 PM നിങ്ങൾ ഇടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് 5 PM നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഡെയിലി നമുക്കൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ അങ്ങോട്ട് കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ട് ഒരു 10 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ 20 ദിവസം കൂടി ചെയ്യാം. ഈ ഒരു 20 ഡേയ്സിന്റെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് വന്നാലും ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വെച്ചിട്ട് നിങ്ങളെ ഓരോ റീൽസും ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് സ്കില്ല് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡെയിലി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും കാണാൻ ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും വിത്തിൻ 1 month ഇല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 10K മോർ ദാൻ 10K ഫോളോവേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഗെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കൺസിസ്റ്റൻസി ഇസ് ദ കീ. കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓഡിയൻസിനെ നമുക്കൊരു 100K ഫോളോവേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്ന ഓഡിയൻസിനെയാണ് നമ്മൾ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നല്ല യുണീക്ക് ആയിട്ടുള്ള ഓഡിയൻസ് കിട്ടണം. ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ റീൽസും നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള റീൽസ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഒരു 100K ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പലതരം പ്രൊമോഷൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ തന്നെ ഓൺ സ്റ്റോർ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന ഒരു സ്റ്റോറാണ്. എന്നിട്ട് നമ്മുടെ സ്റ്റോർ തന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഈസിലി വി ക്യാൻ മേക്ക് മോർ ദാൻ 10,000 rupees ഗൈസ്. സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.